സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സമർപ്പിച്ച DPR തള്ളി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. മന്ത്രാലയം നടത്തിയ സാങ്കേതിക പരിശോധനയിൽ ന്യൂനതകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. റെയിൽവേ മാനദണ്ഡ പ്രകാരം DPR പുതുക്കി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. 24 ബിഗ് എക്സ്ക്ലൂസീവ്. AV ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, ആ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കത്തടപാടുകളെയും അല്ലാതെയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പല ന്യൂനതകൾ പറഞ്ഞു, കുറച്ചൊക്കെ തിരുത്തിയെന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ DPR തള്ളാൻ ചൂണ്ടിക്കാണിക്കുന്ന ന്യൂനത എന്താണ് ജയശങ്കർ? അതായത് ആഷ്മി, സംസ്ഥാനത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ കേരളയിലുമായി ബന്ധപ്പെട്ട വീണ്ടും അനിശ്ചിതത്വവും ആശങ്കയും തുടരുന്ന ഒരു സാഹചര്യമാണ്. ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാർ നൽകിയ DPR റെയിൽവേ തള്ളുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട റെയിൽവേ നൽകുന്ന നിർദ്ദേശമനുസരിച്ച് പുതിയ DPR നൽകാനാണ് നിലവിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കേരളയിൽ കോർപ്പറേഷനെ അറിയിച്ചിരിക്കുന്നത്. അതായത് റെയിൽവേ മാനദണ്ഡം അനുസരിച്ച് DPR പുതുക്കി നൽകണം. ഈ പുതുക്കി നൽകുന്ന DPRൽ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് റെയിൽവേ നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് സിൽവർ ലൈൻ പദ്ധതിയുടെ ട്രാക്ക് ബ്രോഡ് ഗേജ് ആയിരിക്കണം എന്ന് ഈ നിർദ്ദേശത്തിൽ പറയുന്നു. നിലവിലുള്ള റെയിൽവേ ട്രാക്കിന് സമാനമായ രീതിയിലായിരിക്കണം സിൽവർ ലൈൻ പദ്ധതിയുടെ 2 ട്രാക്കുകൾ പരമാവധി ദൂരത്തിൽ വരേണ്ടത്. മറ്റൊരു പ്രദേശത്ത് മറ്റൊരു രീതിയിൽ ഇത്തരത്തിൽ ട്രാക്കുകൾ ഉണ്ടാകരുതെന്ന് ഇതിൽ പറയുന്നു. ഒപ്പം തന്നെ ഈ സംസ്ഥാനത്തിന് സ്വന്തം നിലയിൽ ഇത്തരത്തിൽ ഈ ഒരു നിർദ്ദേശം നടപ്പിലാക്കുമ്പോൾ സ്വന്തം നിലയിൽ ഒരു ട്രാക്ക്, സ്വന്തം മാപ്പിൽ ഒരു ട്രാക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. സംസ്ഥാനത്ത് പോകുന്ന റെയിൽവേ പാതയ്ക്ക് സമാന്തരമായി മാത്രമേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ട്രാക്ക് ഉണ്ടാക്കാൻ സാധിക്കൂ. ഒപ്പം തന്നെ ഈ കോച്ചുകൾ തമ്മിലുള്ള കൂട്ടിമുട്ടൽ ഒഴിവാക്കുന്നതിന് ഉള്ള കവച് സോഫ്റ്റ്വെയർ സംവിധാനം ഈ കോച്ചുകളിൽ ഉണ്ടാകണം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പ്രപ്പോസലിൽ ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഈ പദ്ധതി ആരംഭിക്കുന്ന ഘട്ടത്തിലും ഒപ്പം അവസാനിക്കുന്ന ഘട്ടത്തിലും ഈ ഡ്രെയിനേജുമായി സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം വേണമെന്ന് ഈ പ്രപ്പോസൽ കൂട്ടിച്ചേർക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചാൽ പോലും കൃത്യമായ പാരിസ്ഥിതിക അനുമതി ലഭിച്ചാൽ മാത്രമേ ഈ പദ്ധതിക്ക് അന്തിമ അനുമതി തരുമെന്ന് റെയിൽവേ ബോർഡ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ ഈ വാർത്ത നൽകിയത്. പക്ഷേ അല്പസമയം മുമ്പ് ലോക്സഭയിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഔദ്യോഗികമായി തന്നെ ഈ കാര്യങ്ങളിൽ ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകിയ വാർത്തയിൽ ആ വിഷയത്തിൽ സമാനമായ മറുപടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക മറുപടിയാകുന്നു. നാളെ എന്തായാലും കേരളയിലുമായി ബന്ധപ്പെട്ട് ദക്ഷിണ റെയിൽവേയും കേരള കോർപ്പറേഷനും കൊച്ചിയിൽ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിലും ഈ കേന്ദ്രം നിർദ്ദേശിച്ച, റെയിൽവേ മന്ത്രാലയം നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കും. എന്തായാലും വലിയ നിർദ്ദേശങ്ങളാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കാരണം ഒരു റെയിൽവേ ട്രാക്കിന് സമാനമായി കേരള പാത വേണമെന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ആര് ഭൂമി ഏറ്റെടുക്കണമെന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ റെയിൽവേ ട്രാക്കിന് സമാനമായി ഇനി 2 വരിപ്പാതയ്ക്ക് ഭൂമി കിട്ടുമോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഈ DPR ഉണ്ടെന്ന് പറയുന്നു. അവയെല്ലാം പരിഹരിച്ചാൽ മാത്രമേ ഈ DPR അംഗീകാരം തരൂ. ഈ നിലവിലുള്ള DPR അവ്യക്തമാണെന്നും റെയിൽവേ ബോർഡ് ആവർത്തിക്കുന്നുണ്ട്. പല ഘട്ടത്തിൽ DPRൽ പ്രശ്നമുണ്ടെന്ന തരത്തിൽ റെയിൽവേ പറഞ്ഞിരുന്നു. പക്ഷേ ഇതാദ്യമായാണ് റെയിൽവേ DPRലെ ചില പോയിന്റുകൾ, ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച ഇവ തിരുത്തി മറ്റൊരു തലത്തിൽ DPR സമർപ്പിക്കാനുള്ളൊരു നിർദ്ദേശം കേരളയിലിന് നൽകിയിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ നാളെ നടക്കുന്ന യോഗം ഏറ്റവും നിർണായകമാണ്. കേന്ദ്രത്തിൻ്റെ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു. ഇവ പാലിക്കാൻ കേരള കോർപ്പറേഷൻ തയ്യാറാകുമോ എന്നുള്ളത് അറിയേണ്ട കാര്യമാണ്. ഒപ്പം തന്നെ ഇവയെല്ലാം പൂർത്തിയായാൽ പോലും സംസ്ഥാനത്ത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പാരിസ്ഥിതിക അനുമതി ഉൾപ്പെടെ ലഭിക്കേണ്ടതുണ്ട്. ഇതുണ്ടെങ്കിൽ മാത്രമേ അന്തിമ അനുമതി ഈ പദ്ധതിക്ക് ഉണ്ടാകുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു ഔദ്യോഗിക രേഖയായിരിക്കുന്നു, ഒരു ഔദ്യോഗിക മറുപടിയായി മാറിയിട്ടുണ്ട്. കാരണം എന്താണ് DPRലെ പല പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത്രത്തോളം വിശദമായ എന്താണ് ഒരു പക്ഷേ അതിൻ്റെ ഘടനാപരമായി തന്നെ ആ DPRനെ മാറ്റേണ്ടി വരുന്ന റെയിൽവേ ലൈൻ പോകുന്ന മാതൃകയിൽ തന്നെ അത്രയും ഭൂമിയിൽ അത്രയും സമാനമായ ലൈൻ തന്നെ ഇപ്പോൾ സിൽവർ ലൈൻ വേണം എന്നൊക്കെ ഒരുപക്ഷെ പറയുന്ന DPRലെ തിരുത്ത് ആദ്യമായി പറയുകയാണ്. അപ്പോൾ എന്താകും അതിൽ സർക്കാർ നിലപാടൊന്ന് കാത്തിരുന്ന് കാണാം. AV ജയശങ്കറാണ്. എന്തായാലും ഈ പറഞ്ഞ കേരളയിൽ എന്ന് പറയുന്ന പദ്ധതി പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. അതോൺ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.